എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ഒരേ തെറ്റ് സ്ത്രീയും പുരുഷനും ചെയ്യുമ്പോൾ അതിൽ സ്ത്രീയെ മാത്രം ശിക്ഷിക്കപ്പെടുന്നതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിനിമ മുൻപുണ്ടായതായിട്ട് ഞാൻ പറയുകയുണ്ടായി. യാദൃശ്യമായിട്ട് ആ സിനിമയുടെ പേര് പറയാൻ വിട്ടുപോയി. ആ സിനിമയുടെ പേര് താര എന്നാണ്. 1970 ഈ സിനിമ ഉണ്ടാകുന്നത്. എം കൃഷ്ണൻ നായരാണ് സംവിധായകൻ. വിക്രമാദിത്യ ചരിത്രത്തിൽ ഇങ്ങനൊരു കഥ കേൾക്കുന്നു, കഥയുള്ളതായി കാണുന്നു. വിക്രമാദിത്യൻ്റെ കാടാറ് മാസങ്ങളെപ്പോഴും പെൺവേട്ടകൾക്കാണ് അധികവും ഉപയോഗപ്പെടാറുള്ളത്. ഈ കാടാറ് അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരുള്ളതായിട്ടും വിക്രമാദിത്യ ചരിത്രം പറയുന്നു. അങ്ങനെ ഈ കാടാറ് മാസത്തിനിടയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. തൻ്റെ ഭാര്യമാരിൽ ഒരാൾ, നിരവധി ഭാര്യമാർ അദ്ദേഹത്തിനുണ്ട്, ഒരാൾ പാതിവ്രത ലംഘനം നടത്തിയിരിക്കുന്ന സ്വപ്നം കാണുമ്പോൾ രാത്രിക്ക് രാത്രി വേതാളത്തിൻ്റെ പുറത്ത് കയറി വന്ന് ഈ ഭാര്യയുടെ കഴുത്തറുത്ത് വേതാളത്തിൻ്റെ തന്നെ പുറത്ത് കയറി ഒന്നും അറിയാത്ത പോലെ അദ്ദേഹം രാത്രിക്ക് രാത്രി തിരിച്ചു പോകുന്നു. ഈ പുരുഷകാപട്യത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സിനിമയാണ് താര. അതുതന്നെയാണ് എൻ്റെ പ്രസക്തി. എന്നാൽ ഇവിടെ ഈ കാപട്യത്തെ വലിച്ചു ചെയ്യുന്നത് പുരുഷ കഥാപാത്രം തന്നെയാണ്. എന്നാൽ 1970 തന്നെ താര ഉണ്ടായ അതേ വർഷം തന്നെ മറ്റൊരു സിനിമയും മലയാളത്തിൽ ഉണ്ടാവുകയുണ്ടായി. അത് സിനിമയുടെ പേര് പ്രിയ എന്നാണ്. ഈ സിനിമയിൽ സ്ത്രീയുടെ പ്രതികാരങ്ങൾ സ്ത്രീ തന്നെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മധുവാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണിത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന നായിക അല്ലെങ്കിൽ പ്രതിനായക കഥാപാത്രം ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. ഗ്രാമത്തിലൊരു പാവം പെൺകുട്ടിയെ പ്രണയം നടിച്ച് ലില്ലി ചക്രവർത്തിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ബോംബെയിലേക്ക് കൊണ്ടുപോയി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയ ശേഷം അവളെ ചുവന്ന തെരുവിലേക്ക് തള്ളുകയാണ് അവിടുത്തെ ഒരു വേശ്യാലയത്തിലേക്ക്. പക്ഷേ ശേഷം അയാൾ വ്യഭിചരിക്കാനായിട്ട് ആ വേശ്യാലയത്തിൽ ചെല്ലുമ്പോൾ ഇവളെ ആവശ്യപ്പെടുന്നു. പക്ഷെ ഇവൾ പറയുന്നു, മറ്റാർക്ക് വഴങ്ങിയാലും തനിക്ക് ഞാൻ വഴങ്ങില്ല എന്ന് പറയുന്നു. അവിടെ മധു കൈകാര്യം ചെയ്യുന്ന ഈ നായിക വേഷത്തിൻ്റെ പൗരുഷം, അഭിമാന ഭംഗം നേരിട്ടതായിട്ട് അയാൾക്ക് തോന്നുകയും അയാൾ ഇവൾക്കെതിരായിട്ട് ബലാത്കാരത്തിന് പുറപ്പെടുകയാണ്. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവൾ പരമാവധി ചെറുത്തു വന്നു. അവസാനം അവൾ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. സ്ത്രീക്ക് വേണ്ടി സ്ത്രീ തന്നെ നടത്തുന്ന സ്ത്രീയുടെ ശക്തി. ഒരു ഒരു വ്യഭിചാരിണിയായാൽ പോലും തൻ്റെ ശരീരത്തിന് മേലെ തനിക്ക് തന്നെയാണ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള വലിയ സന്ദേശമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞൊരു സിനിമയാണിത് പ്രിയ. എല്ലാവരും അതൊക്കെ എല്ലാം ഇട്ട് കാണേണ്ടതാണ്. നമസ്കാരം.